അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എംഎസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശ്രാന്ത പരിശ്രമ ഫലമായിക്കൊണ്ട് വളരെ ഭംഗിയായി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നമ്മുടെ മക്കളുടെ മദ്രസ പഠനം പുരോഗതിയിലേക്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയ ഇൽമ് കരഗതമാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അതുപോലെ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ ഭംഗിയായി വളരെ സരളമായ ഭാഷയിലൂടെ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മളുടെ ഓൺലൈനിലെ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മുടെ മദ്രസകളിൽ 3 പരീക്ഷയാണ് ഉണ്ടാകാറുള്ളത്. കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, കൊല്ല പരീക്ഷ അഥവാ പാദവാർഷിക പരീക്ഷയാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഓഗസ്റ്റ് 21 മുതൽ ഓഗസ്റ്റ് 21 ശനി മുതൽ 28 ശനി വരെ ഒരാഴ്ച കാലത്തെ പരീക്ഷയാണ് നമ്മുടെ മക്കൾക്ക് നടക്കാൻ പോകുന്നത്. ആ പരീക്ഷയുടെ ടൈം ടേബിൾ ഒന്ന് പരിചയപ്പെടുത്തുക. ഒരേ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ഖുർആനിൽ കാണാതെ പഠിക്കേണ്ട സൂറത്ത് ഏതാണ്, നോക്കി പഠിക്കേണ്ട പരീക്ഷയ്ക്ക് വരുന്ന സൂറത്തുകൾ ഏതാണ്, ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മാത്രം ഒന്ന് ചർച്ച ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത് തന്നെ കാക്കൊല്ല പരീക്ഷയ്ക്ക് വരുന്ന പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ആ പേപ്പറിൻ്റെ ഒക്കെ വിശദീകരണ ചർച്ചകൾ വരും. എംഎസ് വോയിസ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 21 തീയതി ശനിയാഴ്ച, ഓഗസ്റ്റ് 21 ശനിയാഴ്ചയാണ് നമ്മുടെ മക്കളുടെ പരീക്ഷ ആരംഭിക്കുന്നത്. അന്ന് ആർക്കൊക്കെയാണ് പരീക്ഷയുള്ളത്? അന്ന് 1-ാം ക്ലാസ്സുകാർക്ക് പരീക്ഷയില്ല. 2 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഖുർആൻ പരീക്ഷയുമുണ്ട്, അതുപോലെ തന്നെ ഹിഫ്ള് പരീക്ഷയുമുണ്ട്. ഖുർആൻ പരീക്ഷയ്ക്ക് ഏതു ഭാഗത്തു നിന്നാണ് ചോദ്യമുണ്ടാവുക? നാം ഇതുവരെ പഠിച്ച ഏതെങ്കിലും ഭാഗത്തു നിന്ന് 2-3 ആയത്ത് അല്ലെങ്കിൽ 2-3 വരി ഉസ്താദ് ഓതാൻ പറയും. അപ്പോൾ നമ്മൾ അത് വളരെ വൃത്തിയായി ഭംഗിയായി ഓതി കൊടുക്കുക. അതുപോലെ തന്നെ കാണാതെ ഫിഖ്ഹിൽ കാണാതെ പഠിക്കാനുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട തഹിയ്യാത്തുമായി ബന്ധപ്പെട്ട കുനൂത്ത് അങ്ങനത്തെ പോലത്തെ ദിക്റുകൾ, സ്വലാത്തുകൾ, ദുആകൾ അതും ചോദിക്കും. അപ്പോൾ അതും ഹിഫ്ള് ഖുർആന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഖുർആൻ്റെ അന്ന് ഹിഫ്ള് പരീക്ഷയ്ക്ക് അത് വരാൻ സാധ്യതയുണ്ട്. അതും കാണാതെ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന വിഷയങ്ങൾ. അതിനു പുറമെ ഹിഫ്ള് 2-ാം ക്ലാസ്സിൽ ഹിഫ്ള് കാണാതെ പഠിക്കേണ്ട സൂറത്ത് ഏതാണ്? 2-ാം ക്ലാസ്സിൽ ആകെ 2 സൂറത്ത് മാത്രമാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കാനുള്ളത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്, മറ്റൊന്ന് സൂറത്തുൽ നാസാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ നാസാണ് മക്കൾ കാണാതെ പഠിക്കേണ്ടത്. ഓക്കെ. 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഖുർആനിൽ കാണാതെ പഠിക്കേണ്ട സൂറത്ത് അഥവാ ഹിഫ്ള് പരീക്ഷയ്ക്ക് വരുന്ന സൂറത്തുകൾ ഏതൊക്കെയാണ്? സൂറത്തുൽ ഹുമസ കാണാതെ പഠിക്കണം, സൂറത്തുൽ അസ്ർ കാണാതെ പഠിക്കണം, സൂറത്തുൽ തകാസുർ കാണാതെ പഠിക്കണം, സൂറത്തുൽ ഖാരിയ കാണാതെ പഠിക്കണം. ഈ 4 സൂറത്തുകളാണ് കുട്ടികൾക്ക് കാണാതെ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഹിഫ്ള് പഠിക്കാനുള്ള സൂറത്തുകൾ, കാണാതെ പഠിക്കാനുള്ള സൂറത്തുകളുടെ ലിങ്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ ഫയലിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. വളരെ വലിയ അക്ഷരത്തിൽ കുട്ടികൾക്ക് ഓതി പഠിക്കാവുന്ന രീതിയിൽ തന്നെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ആ ഫയലുകളുടെ ലിങ്കുകൾ താഴെയുണ്ടാവും. അതൊക്കെ നോക്കിക്കൊണ്ട് കുട്ടികൾ കാണാതെ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 4-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഏതൊക്കെ വിഷയങ്ങളാണ്? ഖുർആനിൽ കാണാതെ പഠിക്കാനുള്ള വിഷയങ്ങൾ. ഖുർആൻ ഹിഫ്ളിൽ കേട്ടോ, കാണാതെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഹിഫ്ളിൽ ഒന്ന് ആയത്തുൽ കുർസി കാണാതെ പഠിക്കണം, മറ്റൊന്ന് ആമന റസൂൽ പഠിക്കണം, ലൗ അൻസൽന പഠിക്കണം. ഇതൊക്കെ നമുക്കറിയാം. ഓരോ സൂറത്തിൻ്റെ അവസാനത്തെ 1-2 ആയത്തുകളാണ്. ഇത് കാണാതെ പഠിക്കാൻ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി 5-ാം ക്ലാസ്സിൽ കാണാതെ പഠിക്കേണ്ടത് ഏതാണ്? സൂറത്തു യാസീൻ 23 ആയത്ത് അടക്കം, 23-ാമത്തെ ആയത്ത് അടക്കം കാണാതെ പഠിക്കണം. ഇതിൽ നിന്നാണ് 1, 2, 3 ആയത്ത് ഉസ്താദ് ഓതാൻ പറയും. അത് നമ്മൾ തെറ്റുകൂടാതെ ഓതി കൊടുത്തു കഴിഞ്ഞാൽ ഹിഫ്ള് പരീക്ഷയ്ക്ക് അൽഹംദുലില്ലാഹ് നമുക്ക് മാർക്ക് കിട്ടും. അതിൻ്റെ പുറമെ കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള അത്തഹിയ്യാത്ത്, കുനൂത്ത് പോലത്തെ അതാത് ക്ലാസ്സുകളിൽ ഫിഖ്ഹിൽ പഠിക്കുന്ന 5-ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ ഇതുവരെയുള്ള എടുത്ത ഭാഗങ്ങളിൽ കാണാതെ പഠിക്കാനുള്ള വിഷയം ഏതാണോ അതും കാണാതെ പഠിക്കണം. അതും പരീക്ഷയ്ക്ക് ഹിഫ്ള് പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാകും. ഇനി 6-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സൂറത്ത് കാണാതെ പഠിക്കാനുള്ള സൂറത്ത് ഏതാ? സൂറത്തുൽ മുൽക്ക് 21 ആയത്ത്, 1-ാമത്തെ ആയത്ത് മുതൽ 21 ആയത്ത് അടക്കം വരെ കാണാതെ പഠിക്കണം. പിന്നെ അവർക്ക് നോക്കി ഓതാൻ ഏതുണ്ടാവുക? 6-ാം ക്ലാസ് മുതൽ 6, 7 ഒക്കെ അത് ഇഷ്ടമുള്ള ഭാഗത്ത് നിന്ന് ഓതിപ്പിക്കും.
ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മുസാഹിബ് തുറന്നിട്ട് ഓതാൻ പറയും. അപ്പോൾ അഊദും ബിസ്മിയും ഒക്കെ വളരെ സാവധാനം ഓതി നിർത്താനുള്ള ഭാഗത്തൊക്കെ നിർത്തി ഒക്കെ ശ്രദ്ധിച്ച് മടക്കി ഓതാനുള്ളതൊക്കെ മടക്കി ഓതി അങ്ങനെ ഓത്ത് ഖിറാഅത്ത് കഴിഞ്ഞ ഉസ്താദ് മതി എന്ന് പറയുമ്പോൾ സദഖല്ലാഹ് പറഞ്ഞ് അങ്ങനെ നിർത്തുക. അങ്ങനെയാണെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് കുറച്ച് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി 7ാം ക്ലാസ്സിൽ കാണാതെ പഠിക്കേണ്ടത് ഏതാ? അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ വാഖിയയാണ്. അത് 27 ആയത്ത് അടക്കം കാണാതെ പഠിക്കണം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എല്ലാ ക്ലാസ്സിലെയും 2 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ ഖുർആനിൽ കാണാതെ പഠിക്കേണ്ട പരീക്ഷയ്ക്ക് വരുന്ന സൂറത്തുകൾ ഏതാണെന്ന് മനസ്സിലായി. അതൊക്കെ നോക്കി നിങ്ങൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ പുറമെ ഓരോ ക്ലാസ്സിലും ഓരോ മാസിലും പഠിക്കേണ്ട സൂറത്തുകളുടെ വിഷയങ്ങളുടെയൊക്കെ സിലബസ് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ PDF ഫയലായിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങൾ ഏതു മാസത്തെ പാഠഭാഗങ്ങളൊക്കെ ഉണ്ടാവുക? ശവ്വാലിലാണ് നമ്മൾ മദ്രസ തുറന്നത്. ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് ഈ 3 മാസത്തെ ഈ 3 മാസത്തിൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. 4ാമത്തെ മാസത്തിൽ പഠിക്കാനുള്ള വിഷയങ്ങളൊന്നും പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. ഒരു പക്ഷേ ഒരാഴ്ച കൂടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളെ 3 മാസത്തെ വിഷയം കഴിഞ്ഞ് 4ാമത്തെ മാസത്തെ വിഷയത്തിലേക്കൊക്കെ കടക്കും. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് ഈ 3 മാസത്തെ വിഷയങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ ഈ 3 മാസത്തെ വിഷയങ്ങൾ നോക്കി പഠിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അത് ഏതൊക്കെ പാഠങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് നമുക്ക് സിലബസ് കാണിച്ച് വിശദീകരിക്കാം. എല്ലാവരും ഈ വീഡിയോ കഴിയുന്നത് വരെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 21-ാം തീയതി ഓഗസ്റ്റ് 21-ാം തീയതി ശനിയാഴ്ചകളത്തെ പരീക്ഷ കഴിഞ്ഞു അല്ലേ? 2 മുതൽ 7 വരെ ക്ലാസ്സിൽ കുട്ടികൾക്ക് പരീക്ഷയുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും പരീക്ഷയില്ല. 1-ാം ക്ലാസ്സുകാർക്കും 8, 9, 10, 11, 12 പരീക്ഷയില്ല. ഇനി 22-ാം തീയതി ഞായറാഴ്ച എഴുത്ത് പരീക്ഷ തുടങ്ങുന്നത് 22-ാം തീയതി ഞായറാഴ്ചയാണ്. 21-ാം തീയതി നടക്കുന്നത് ഹിഫ്ളും ഖുർആനും പരീക്ഷയാണ്. അപ്പോൾ 22-ാം തീയതി ഞായറാഴ്ച ആർക്കൊക്കെയാണ് പരീക്ഷയുള്ളത്? 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയുണ്ട്. അതുപോലെ തന്നെ 2-ലില്ല. പിന്നെ ഏതിലൊക്കെ ഉണ്ട്? 3-ലുണ്ട്, 4-ലുണ്ട്, 5, 6, 7 ഉണ്ട്. 8-ലില്ല, 9-ലുണ്ട്, 10-ലില്ല, 11-ലുണ്ട്, +2-ലില്ല. ഇങ്ങനെയാണ് പരീക്ഷയുടെ വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇത് എല്ലാതൊന്നും ഞാൻ വായിക്കൂല. നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 1ഉം 2ഉം മാത്രമാണോ ഒന്ന് ചർച്ച ചെയ്യുള്ളൂ. അവരാണല്ലോ പുതുതായി വന്ന 1-ാം ക്ലാസ്സുകാരാണല്ലോ പുതുതായി വന്നിട്ടുള്ളത്. അവർക്ക് 22-ാം തീയതി ഞായറാഴ്ച നടക്കുന്നത് തഫ്ഹീമു തിലാവ എന്ന് പറയുന്ന പരീക്ഷയാണ്. ഖിറാഅത്ത് അഥവാ വായന. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇൻഷാ അല്ലാഹ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് പാഠഭാഗത്തിൽ നിന്നുള്ള കുറച്ച് അക്ഷരങ്ങൾ പദങ്ങളൊക്കെ എഴുതാനുണ്ടാവും. എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കും. എന്നിട്ട് അത് നോക്കി വായിക്കാൻ പറയും. അപ്പോൾ കുട്ടികൾ വായിച്ച് കൊടുക്കുക. ഇതാണ് വായന എന്ന് പറയുന്ന പരീക്ഷ ഉണ്ടാവുക. ഇനി 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പിറ്റേ ദിവസം അഥവാ തിങ്കളാഴ്ച ഉണ്ടാകുന്ന പരീക്ഷ എന്താണ്? എഴുത്തുണ്ട്. എഴുത്ത് ആകെ 2 പരീക്ഷയാണ് 1-ാം ക്ലാസ്സുകാർക്കുള്ളൂ. എഴുത്ത് പരീക്ഷയിൽ എന്താ ഉള്ളത്? അത് നോക്കി എഴുത്തുണ്ടാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് പദങ്ങളുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് കള്ളിയിലേക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കള്ളി ഒഴിഞ്ഞ ഭാഗം ഉണ്ടാവും. അതിലേക്ക് നോക്കി എഴുതാനുണ്ടാവും. അപ്പോൾ കുട്ടികളെ പേനൊക്കെ പിടിച്ചിട്ട് പെൻസിലൊക്കെ പിടിച്ച് ശരിക്കും എഴുതി പഠിപ്പിച്ചിട്ടുണ്ടാകണം. എന്നാലാണ് കുട്ടികൾക്ക് നോക്കി എഴുതാൻ പറ്റുള്ളൂ. നോക്കി എഴുത്തിലൊക്കെ കുട്ടികൾ നല്ല മാർക്ക് വാങ്ങും. അവിടെ ഒന്നുമില്ല പ്രധാനം. കുട്ടി പഠിക്കണുണ്ടോ ഇല്ല എന്നറിയണമെങ്കിൽ കേട്ടെഴുത്തിൽ കുട്ടിക്ക് വിജയം കിട്ടണം. അപ്പോൾ കേട്ടെഴുത്ത് ഉണ്ടാവും, നോക്കിയെഴുത്തും ഉണ്ടാവും, കേട്ടെഴുത്തും ഉണ്ടാവും. കേട്ടെഴുത്തിന് ഇപ്പോൾ ഒരു പദം പറയാണ്. ഉദാഹരണം മഹ്ദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടി അങ്ങോട്ട് എഴുതണം. ആ 3 അക്ഷരവും കൂട്ടി എഴുതണം. ഇതാണ് കേട്ടെഴുത്ത്. അപ്പോൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ കേട്ടെഴുത്തെടുത്ത് പഠിപ്പിക്കണം. 1-ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് ഈ 3 മാസത്തിലും കൂടി ഏതൊക്കെ പാഠങ്ങളാണ് അവർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക? ലാമ്, ഹാ, കാഫ്, സീന്. സീൻ വരെയുള്ള അക്ഷരങ്ങൾ, സീൻ പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ സാ, സി, സു, സ്, സൻ, സിൻ, സുൻ ഒക്കെ ഉണ്ടല്ലോ. അതുവരെയുള്ള അക്ഷരങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. 10ാമത്തെ പാഠം 1 മുതൽ 10 വരെ പാഠങ്ങൾ ശരിക്ക് 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് കൂട്ടിയെഴുത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നോക്കി എഴുതാനും കേട്ടെഴുത്ത് എഴുതാനൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവും. 1-ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയാണ് പറയാനുള്ളത്. അവർക്ക് 2 ദിവസമാണ് പരീക്ഷ. അത് കഴിഞ്ഞു. ഇനി 2-ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാ അവർക്ക് പരീക്ഷ? അവർക്ക് ഖുർആൻ പരീക്ഷ ശനിയാഴ്ച കഴിഞ്ഞു. പിന്നെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പരീക്ഷയില്ല. പിന്നെ അവർക്കുള്ളത് എന്നാണ്? ചൊവ്വാഴ്ച മുതൽ അങ്ങോട്ട് 4 ദിവസമാണ് പരീക്ഷയുള്ളത്. ചൊവ്വാഴ്ച ഫിഖ്ഹാണ് പരീക്ഷ. പിറ്റത്തെ ദിവസം ബുധനാഴ്ച ലിസാൻ ഖുർആനാണ്. വ്യാഴാഴ്ച അഖ്ലാഖാണ്. പിന്നെ വെള്ളിയാഴ്ച ആർക്കും ക്ലാസ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ശനിയാഴ്ച ദിവസമാണ് അന്ന് അഖീദയാണ് പരീക്ഷ. ഈ ക്ലാസ്സിലെ കുട്ടികൾ ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത്? ഫിഖ്ഹിൽ എത്ര പാഠം പഠിക്കണം? ലിസാനിൽ എത്ര പാഠം പഠിക്കണം? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് എല്ലാ ക്ലാസ്സിലെയും എത്ര പാഠങ്ങൾ പഠിക്കണം എന്നുള്ളതൊന്നും ഞാൻ വിശദീകരിക്കൂല.
2 ക്ലാസ്സിൽ മാത്രം നിങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരും. അതിനാണ് നിങ്ങളെല്ലാവരും ഈ പേജിലേക്ക് നോക്കുക. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇത് ഓരോ മാസം കുട്ടികൾ പഠിക്കാനുള്ള വിഷയങ്ങളാണ്. ലിസഫി സാനി 2ാം ക്ലാസ്സിൽ പഠിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? അശ്ഹൂറു എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല, അടിയിൽ ഷവ്വാൽ മാസം എന്ന് പറഞ്ഞിട്ട് ഷവ്വാലിൽ കുട്ടി പഠിക്കാനുള്ള എന്താണ്? സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തുൽ നബ തൊട്ടിട്ട് സൂറത്തുൽ നബയിലെ ഇന്ന യൗമൽ ഫസിലി വരെയാണ് കാണാതെ പഠിക്കാൻ എന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദുൽഖായത് ദുൽഹിജ്ജ, നമ്മൾ ദുൽഹിജ്ജൻ്റെ അവിടേക്ക് നോക്കിയാൽ മതി. ഷവ്വാൽ ദുൽഖായത് ദുൽഹിജ്ജ കണ്ടോ? ദുൽഹിജ്ജ മാസത്തിൽ കുട്ടികൾ ഏതൊക്കെ വിഷയത്തിൽ എത്ര പാഠങ്ങൾ പഠിക്കാനുണ്ട്? ദുൽഹിജ്ജയിൽ സൂറത്തുൻ നാസ് കാണാതെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ലിസാൻ ഖുർആൻ മേലെ എഴുതിയിട്ട് അടിയിൽ കണ്ട 3 പാഠം. അതുപോലെ തന്നെ ഫിഖ്ഹു ഷാഫി മദ്ഹബിലുള്ള ഫിഖ്, അനഫി മദ്ഹബിലുള്ളവരും പഠിക്കുന്നുണ്ട് നമ്മളെ മദ്രസയിൽ, അവർക്ക് വേറെ ഫിഖാണ്. അപ്പോൾ ഷാഫി മദ്ഹബിലുള്ള നമ്മുടെ മക്കൾക്കുള്ള ഫിഖ് 4 പാഠം പഠിക്കണം പരീക്ഷയ്ക്ക്, മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ അഖീദ 3 പാഠം, അഖ്ലാഖ് 3 പാഠം. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക, ഫിഖ് ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും 3 പാഠം, ഫിഖ് 4 പാഠമാണ് 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് കാക്കൊല്ല പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി അടുത്ത പേജ് എടുക്കുക. അടുത്ത പേജ് ഇങ്ങനെ എടുക്കുമ്പോൾ കാണാം സഫു സാലിസു എന്ന് പറഞ്ഞിട്ട് കാണാം. ലിസ്റ്റഫി സാലിസി 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠങ്ങൾ ഏതൊക്കെയാണ്? ദുൽഹജ്ജ് മാസങ്ങൾ നോക്കുക. കണ്ട ഷവ്വാൽ ദുൽഖാദ് ദുൽഹജ്ജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ? ദുൽഹിജ്ജ, ആ ദുൽഹിജ്ജൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സാധനം കിടന്ന് തുള്ളണ കണ്ട, ഒരു ചതുരക്കട്ട, അതിൻ്റെ നേരെ നിങ്ങൾ അങ്ങോട്ട് നോക്കുക. എന്താ കാണുന്നത്? ദുൽഹിജ്ജ മാസത്തിൽ അൽഖാരിയ സൂറത്ത് വരെ കാണാതെ പഠിക്കണം. അപ്പോൾ മേലെ ഏതൊക്കെ പഠിക്കാണ്ട്? അതിൻ്റെ മേലെ തക്കാസുറുണ്ട്, അഷുറുണ്ട്, ഹുമസയുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ എഴുതിക്കണേ? ഷാഫി, നമുക്ക് ഫിഖ് പഠിക്കാനുള്ളത് ഷാഫി ലി അൽ ഫിഖു ഷാഫിഇയ്യു വൽ ഹനഫിയു, 2 കൂട്ടർക്കും 6 പാഠം വെച്ച് തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ ഫിഖിൽ 6 പാഠം പഠിക്കണം. അതുപോലെ തന്നെ അഖീദയിൽ 3 പാഠം, അഖ്ലാഖിൽ 3 പാഠം, അതുപോലെ തജ്വീദിൽ 3 പാഠം, അതുപോലെ തന്നെ താരീഖിൽ 4 പാഠം, ലിസാനിൽ 3 പാഠം. ഇത്രയും പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഇതിൽ കൂടുതൽ പാഠം എടുത്തിട്ടുണ്ടാകാം. കാരണം മുഹറത്തിലെ വിഷയങ്ങൾ എടുത്തു പോകും. ദുൽഹിജ്ജ കഴിഞ്ഞാൽ പിന്നെ മുഹറം തുടങ്ങിയല്ലോ. അപ്പോൾ മുഹറത്തിലെ പാഠങ്ങൾ എടുത്തു പോകും. പക്ഷേ ആ പാഠങ്ങളൊന്നും പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതില്ല. ഈ 3 മാസത്തിൽ ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കാനുള്ളത് അതാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. ഇതുപോലെയാണ് എല്ലാ ക്ലാസ്സുകളും. 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഓരോ മാസവും ദുൽഹിജ്ജ മാസം നമ്മളങ്ങനെ എടുത്തു നോക്കുക. ദുൽഹിജ്ജ മാസത്തിൽ എന്നിട്ട് മേലേക്ക് നോക്കുക. ഓരോ വിഷയത്തിൽ എത്ര പാഠമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അത്ര പാഠം മാത്രം പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ പോവുക. അവിടെ നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ള സൂറത്തുകളുടെ ലിങ്കുകളുണ്ട്. അതിൻ്റെ പുറമെ പരീക്ഷ ടൈം ടേബിളിൻ്റെ PDF ഫയലുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ മദ്രസയിൽ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും. കിട്ടാത്തവരുണ്ടെങ്കിൽ എടുത്ത് എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ സിലബസ് ഉണ്ടാവും. സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ. അതിൽ നിന്ന് എന്നിട്ട് ഓരോ ക്ലാസ്സിലും നോക്കണം. ഇപ്പോൾ 10ൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 10ാം ക്ലാസ് എടുക്കുക. 10ാം ക്ലാസ് എടുത്തിട്ട് അതിൽ ദുൽഹിജ്ജ മാസം നോക്കുക. അതിൻ്റെ നേരെ ഇങ്ങനെ നോക്കുക ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് 10ാം ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാവും. എന്നിട്ട് ഷവ്വാൽ ദുൽഖാദ് ദുൽഹിജ്ജ എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ആ ദുൽഹിജ്ജിൻ്റെ നേരെ എന്താണ് നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്? തഫ്സീർ 4 വിഷയമാണ് ആകുള്ളത്. തഫ്സീറിൽ പഠിക്കാനുള്ളതാണ് സൂറത്തുൽ അലക്കും സൂറത്തുൽ ഖദറും. 10ാം ക്ലാസ്സുകാർ മനസ്സിലാക്കേണ്ടത് തഫ്സീർ എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കും. തഫ്സീർ ചോദിക്കുമ്പോൾ അറബിയിൽ തന്നെ എഴുതണം. അത് ടെസ്റ്റിലെ തദ്രീബാത്തുകൾ ഉണ്ടാവുമല്ലോ, ഓരോ പാഠത്തിൻ്റെയും തദ്രീബാത്തുകൾ ഉണ്ടാവും. അതിനുള്ള ക്വസ്റ്റ്യനും ആൻസറും പൂരിപ്പിക്കാനുള്ളത് പഠിച്ചാൽ തന്നെ ജയിക്കാനുള്ള മാർക്ക് അൽഹംദുലില്ലാ ഒരു 80% മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ആ തദ്രീബാത്ത് പഠിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ പഠിക്കാനുള്ളത് ഇത്രയും സൂറത്തുകളാണ് തഫ്സീറിൽ പഠിക്കണം. അലക്കും ഖദർ വരെ പഠിക്കണം. പിന്നെ നമ്മളെ ഫിഖ് ഏത് പഠിക്കണം? 4 പാഠം പഠിക്കണം. ഷാഫി മദ്ഹബ് 4 പാഠം പഠിക്കണം. പിന്നെ ദുറൂസുൽ ലിസാൻ 3 പാഠം, ലിസാൻ ഖുർആൻ 4 പാഠം. 10ലെ ലിസാൻ ഖുർആനിലെ ഫസ്റ്റത്തെ പാഠം അത്യാവശ്യം പഠിക്കാനുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ശരിക്ക് ക്ലിയറാക്കി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെയാണ് എല്ലാ ക്ലാസ്സുകളിലും നോക്കി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത് തന്നെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണവുമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യും. അതിനു മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത്, MS വോയിസ് എന്ന ഈ ചാനലിൽ മുമ്പ് നടന്നു വന്നിരുന്ന ഖത്തമുൽ ഖുർആൻ മജ്ലിസ് എന്ന് പറഞ്ഞിട്ടൊരു മജ്ലിസ് ഉണ്ട്. ഖത്തമുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട, ഒരു പേജ് ഖുർആൻ ദിവസേന ഓതുക. ഒരു ഹാഫിൽ ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ട് അതിനൊപ്പം നമ്മൾ ഓതുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് ഈ സംരംഭം. 600 ദിവസം എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഖത്തമ് തീരുക.
ഇന്നക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തേക്ക് 107 ദിവസമായി അൽഹംദുലില്ലാ വളരെ ഭംഗിയായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് MS വോയിസ് എന്ന ചാനലാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് നമ്മൾ ഖത്തമുൽ ഖുർആൻ മജ്ലിസിൻ്റെ മാത്രമായി വേറൊരു ചാനലാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഖത്തമുൽ ഖുർആൻ മജ്ലിസ് MS വോയിസ് എന്നാണ്. അപ്പോൾ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ, അതിൽ പങ്കെടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കണം. ദിവസവും ഒരു 5 മിനിറ്റ് ചിലവാക്കിക്കൊണ്ട് ഒരു ഹാഫിൽ ഉസ്താദിൻ്റെ ഓത്ത് കേട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു ഖത്തമ് തീർക്കാനുള്ള ഒരു സംരംഭമാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. എന്നും രാവിലെ 5:30 മണിക്കാണ് അത് ലൈവ് പോലെ നടക്കുക. കഴിയുമെങ്കിൽ അതിൽ പങ്കെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാലാണ് 5:30 മണിക്ക് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. 5:30 മണിക്ക് ഒരുപാട് ആളുകൾ ആ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ചെറിയ ദുആയൊക്കെ ഉണ്ടാവും മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി നമ്മൾ ആ ഓതിയത് ഹദിയ ചെയ്തുകൊണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇൻഷാ അല്ലാഹ് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.